ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2018 പുറത്തിറങ്ങിയ ഒരു കന്നഡ സസ്പെൻസ് ത്രില്ലറായ ആ കരാള രാത്രി എന്ന മൂവിയാണ്. സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കഥ തുടങ്ങുന്നത് വളരെ പണ്ടാണ്. ആദ്യ സീനിൽ തന്നെ കാണിക്കുന്നത് കത്തിയമരുന്ന ഒരു കുടിലും അതിനു പുറകിൽ കേൾക്കുന്ന ഒരു വോയിസുമാണ്. അത്യാഗ്രഹമാണ് ഒരു മനുഷ്യന്റെ ശത്രു, അവനെ നശിപ്പിക്കുന്നതും അതാണ്. അവിടെ സീൻ കട്ട് ചെയ്ത ഈ ഡയലോഗൊക്കെ പറയുന്നത് അമ്പലത്തിലിരിക്കുന്ന ഒരു പ്രവാചകനാണ്. അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നവരിൽ നമ്മുടെ മെയിൻ ക്യാരക്ടേഴ്സിനെയും കാണിക്കുന്നു, മല്ലികയും അവളുടെ അമ്മയും. വളരെ തൻ്റെടിയായ അവൾ പക്ഷേ അയാൾ പറയുന്നതിനൊന്നും ചെവി കൊടുക്കാതെയാണ് ഇരിക്കുന്നത്. അത് കണ്ട അമ്മ അവളെ ഒരുപാട് വഴക്ക് പറയുന്നു. എന്നാൽ അവളോ ഒരു 5 മിനിറ്റ് എൻ്റെ കണ്ണിൽ നോക്കി നിന്നാൽ തന്നെ വരും അയാൾക്ക് ആശയും ആഗ്രഹവുമെല്ലാം. അങ്ങനെയുള്ള ആളാണ് അത്യാഗ്രഹത്തെ പറ്റിയൊക്കെ പറയുന്നതെന്ന് അവൾ അങ്ങനെ തർക്കത്തിലും പറയുവാണ്. ഇത് കേട്ട അമ്മ അവളെ ഒരുപാട് വഴക്ക് പറഞ്ഞുകൊണ്ട് അവിടുന്ന് വിളിച്ചുകൊണ്ട് പോകുന്ന വഴിയിൽ അമ്മയ്ക്കൊപ്പം ഇത്രയും ദൂരം നടന്നു വന്നത് തന്നെ വേസ്റ്റ് ആയി എന്നൊക്കെ അവൾ അങ്ങനെ പുലമ്പിക്കൊണ്ടേ ഇരിപ്പാണ്. അത് കേട്ട അമ്മയാവട്ടെ ഒരു നല്ല കാലം നമുക്കും വരുമെന്ന് പറയുന്നു. വീട് താൻ ഇനി 5 കിലോമീറ്റർ കൂടെ ഉണ്ടല്ലോ, ഇവിടെ തന്നെ നിൽക്കുവാണെങ്കിൽ വീട് നമ്മളെ തേടി ഇങ്ങോട്ടൊന്നും വരത്തില്ലല്ലോ. അതുപോലെ തന്നെയാണ് ഭാഗ്യവും. അത് കിട്ടണേൽ അത് എവിടെയുണ്ടോ അവിടെ നമ്മൾ തേടി പോകണം എന്നവൾ പറയുവാണ്. അങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞ് ഇല്ലായ്മകളെ പറ്റിയൊക്കെ പറഞ്ഞ് അവരെ അങ്ങനെ ഒരു വിധത്തിൽ വീട് പിടിക്കുവാണ്. നെക്സ്റ്റ് ഡേ രാത്രി സമയത്ത് പ്രസവ വേദനയുമായി വരുന്ന ഒരു പെണ്ണിനെയും എടുത്തുകൊണ്ട് അവരുടെ വീടിന് മുൻപിൽ തന്നെ ഒരു വണ്ടി വന്ന് നിപ്പാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഹീറോയിൻ്റെ അമ്മ ഒരു വയറ്റാട്ടി കൂടെയാണ് പ്രസവം നോക്കുന്ന ആള്. ഇതുകൊണ്ട് ആ സ്ത്രീ ഒട്ടും വൈകിക്കാതെ തന്നെ പ്രസവം നോക്കാനായി കത്തി, ചൂടുവെള്ളം എന്നിങ്ങനെയുള്ള എല്ലാ അവശ്യ വസ്തുക്കളും എടുത്ത് തയ്യാറാവുകയാണ്. കുറച്ചു നേരത്തിന് ശേഷം ഒരു കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുന്നു. ആൺകുട്ടിയാണ്. ഇത് കണ്ട മല്ലിയാവട്ടെ കോൾ അടിച്ചല്ലോ, ആൺകുട്ടിയാണെന്ന് പറയുവാണ്. ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ച് ആദ്യം തന്നെ കയ്യിലെടുക്കാൻ അവസരം കിട്ടിയത് എനിക്കും ഭാഗ്യമാണെന്ന് ആ അമ്മയും പറയുന്നു. എന്താണല്ലേ, പണ്ടുകാലം തൊട്ടേ ഇന്ത്യൻ സംസ്കാരത്തിൽ ആൺകുട്ടികൾക്ക് നൽകിയിരുന്ന പ്രാധാന്യം എന്തെന്ന് വളരെ സിംബോളിക്കായി കാണിച്ചു തരുവാണ് ആ ചെറിയൊരു കോൺവെർസേഷനിലൂടെ. അടുത്ത സീനിൽ ആ ഗ്രാമത്തിലെ ഒരു കൊച്ചു കുളത്തിനരികെ പുല്ലാങ്കുഴൽ വെറ്റി നടക്കുന്ന ഒരു അന്ധനായ ആളെയാണ് കാണിക്കുന്നത്. നടന്ന് അയാൾ അറിയാതെ ഒരു പെട്ടിയിൽ കാല് തൊട്ടു നോക്കുമ്പോൾ അടുത്ത് തന്നെ ഒരു ഷൂസും വസ്ത്രവും എല്ലാം തന്നെയുണ്ട്. ഇവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് അയാൾ ഉറക്കെ ചോദിക്കുവാണ്. ഒരു ശബ്ദവും കേൾക്കുന്നില്ല. ഇനി ആരെങ്കിലും വെള്ളത്തിൽ ചാടി ചത്തുപോയെന്ന് പേടിച്ച് അയാൾ ആരെങ്കിലും രക്ഷിക്കണേ എന്ന് വിളിച്ചു കൂവുന്നു. അന്നേരം വെള്ളത്തിനടിയിൽ നിന്നും വലിയ സ്വർണ്ണമാലയെ കാണിഞ്ഞ് ഒരാൾ മുങ്ങി നിവരുകയാണ്. അയാളാണ് നമ്മുടെ ഈ കഥയിലെ നായകൻ. താനെന്തിനാണ് ഇങ്ങനെ വിളിച്ചു പോകുന്നത്? കണ്ണു കാണാനൊന്നും മേലെ, ഞാനിവിടെ വെള്ളത്തിനടിയിലായിരുന്നു, നിങ്ങൾ ശ്രദ്ധിച്ചു കാണില്ല എന്ന് ഹീറോ പറയുമ്പോൾ അന്നേരമാണ് ആ പയ്യൻ പറയുന്നത്, അതിപ്പോൾ പുറത്താണേലും എനിക്ക് കാണാൻ പറ്റില്ലല്ലോ, കാരണം എനിക്ക് കാഴ്ചയില്ല. ഇത് കേട്ട് പാവം തോന്നിയ ഹീറോ ആളുടെ അടുത്ത് ചെന്ന് അയാളെ തന്നെ കുറിച്ച് പറയുവാണ്. ഞാനൊരു സഞ്ചാരിയാണ്, ഓരോരോ സ്ഥലത്ത് അങ്ങനെ മാറി മാറി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ആള്. അപ്പോൾ അതിനൊക്കെ ഒത്തിരി പണം വേണ്ടേന്ന് വളരെ നിഷ്കളങ്കമായി ആ പയ്യൻ ചോദിക്കുന്നു. പണമെല്ലാം എന്നെ സമ്പാദിച്ചു കഴിഞ്ഞു, ഇനി യാത്രയാണ് ബാക്കിയുള്ളതെന്ന് ഹീറോയും പറയുന്നു. എന്നിട്ട് വേഗം ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് പെട്ടിയും തൂക്കി അടുത്തുള്ള ഒരു അമ്പലത്തിലും കയറി തൊഴുത് നേരെ ആ ഗ്രാമത്തിനകത്തോട്ട് പോകുവാണ്. അതേസമയം ഹീറോയിന്റെ വീട്ടിൽ കാണിക്കുമ്പോൾ അവളുടെ അമ്മയും അച്ഛനും ചേർന്ന് പഞ്ഞിയൊക്കെ നിലത്തങ്ങനെ ഉണക്കാനായിട്ട് പിരിച്ചുകൊണ്ടിരിക്കുവാണ്. അന്നേരം ഒരു നാടോടി അവിടെ നിന്ന് വന്ന് പറയുന്നു, ഈ വീട്ടിൽ നല്ല കാലം വരാൻ പോകുന്നു, ലക്ഷ്മി വരാൻ പോകുന്നു. എന്നാൽ ഇത് നാടോടികളുടെ സ്ഥിരം ഡയലോഗാണെന്ന് അറിയാവുന്ന ഹീറോയിന്റെ അച്ഛനാവട്ടെ അയാളെ വഴക്കം പറഞ്ഞ് ആട്ടിപ്പുറത്താക്കുന്നു. എന്നാൽ പോകാൻ നേരം അയാൾ വീണ്ടും പറയുവാണ്, നിങ്ങളുടെ വീട്ടിൽ ഒരുപാട് സൗഭാഗ്യങ്ങൾ വരാനുണ്ട്, അതിനെ ആട്ടിപ്പുറത്താക്കിയാൽ അത് വൻ നഷ്ടമാകും, വേണ്ട രീതിയിൽ പരിഗണിച്ചാൽ അത് ഭാഗ്യമാണ് എന്നൊക്കെ വിളിച്ച് പറയുന്നു. ഇത് കേട്ട് കലിപ്പായ മല്ലിയാവട്ടെ ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങിപ്പോയില്ലേ നിങ്ങളുടെ നാവ് ഞാൻ പിഴുത് നായിക്കിട്ട് കൊടുക്കുമെന്ന് പറയുവാണ്. എന്നിട്ടും അയാൾക്ക് വിടാനുള്ള ഉദ്ദേശമില്ല. ലക്ഷ്മി വരാൻ പോകുന്നു, ഈ വീട്ടിൽ ലക്ഷ്മി വരാൻ പോകുന്നു എന്നാണ് അയാൾ വീണ്ടും പറയുന്നത്. മര്യാദയ്ക്ക് ഇറങ്ങിപ്പോക്കോ എന്ന് അവളും ആക്രോശിക്കുവാണ്. ഒരു ചെറുപുഞ്ചിരിയോടെ അയാൾ മടങ്ങി പോകുമ്പോൾ അവിടേക്കായി തന്നെ വരുവാണ് നമ്മുടെ ഹീറോയെ കണ്ട അയാള് തെല്ലൊന്ന് തിരിഞ്ഞ് അവനെ നോക്കി തിരിഞ്ഞു നടന്നു പോകുവാണ്. അതേസമയം ചെത്തുലുക്കിൽ നിൽക്കുന്ന ഹീറോയെ കണ്ട ആ അമ്മ നിങ്ങൾ ആരാന്ന് ചോദിക്കുവാണ്. കുടിക്കാൻ ഒരൽപ്പം വെള്ളം തരുമെന്ന് ചോദിച്ച് അവരും മറപ്പടിയിൽ വന്നിരിക്കുന്നു. ദേവിയെ തൊഴുതു കിട്ടിയ പ്രസാദവും അവരെ ഏൽപ്പിക്കുന്നുണ്ട്. എന്നിട്ട് താനൊരു സഞ്ചാരിയാണെന്നും ടയേർഡായതുകൊണ്ട് ഇന്നൊരു ദിവസം ഇവിടെ സ്റ്റേ ചെയ്തോട്ടെ എന്നും കൂടെ ചോദിക്കുവാണ്. അന്നേരം അമ്മയും അച്ഛനും എന്ത് പറയണമെന്ന് അറിയാണ്ട് മുഖത്തോട് മുഖം നോക്കുന്നു. കെട്ടിക്കാറായ ഒരു പെൺകുട്ടികളെ വീട്ടിൽ ഒരു അന്യപുരുഷനെ താമസിക്കുന്നത് ആലോചിച്ചാണ് വിഷമമെന്ന് ഹീറോ ചോദിക്കുവാണ്. എന്നാൽ അന്നേരമാണ് അച്ഛൻ പറയുന്നത്, ഇവിടെ ഇനി 5 കിലോമീറ്റർക്ക് അപ്പുറം മാത്രമേ എന്തെങ്കിലും ആൾതാമസം തന്നെയുള്ളൂ, അതുകൊണ്ട് ആൾക്കാരെന്ത് പറയുന്നുള്ള ഒരു വേവലാതിയൊന്നുമില്ല.
എന്നായാലും നിങ്ങളെപ്പോലെ ഒരാൾക്ക് താമസിക്കാൻ പറ്റിയ വീടൊന്നുമല്ല ഇത്. ഒന്നങ്ങോട്ട് പോയാൽ അവിടെ എവിടെയെങ്കിലും വീട് കിട്ടുമെന്ന് പറയുവാണ്. എന്നാൽ ഹീറോ ആവട്ടെ, ഇവിടെ താമസിച്ചാൽ മതി, കഴിക്കാൻ ഇത്തിരി ഭക്ഷണവും കിടക്കാൻ ഇത്തിരി സ്ഥലവും മതി, പോകാൻ നേരം തക്കതായ പണവും നൽകാമെന്ന് പറയുന്നു. അരി വാങ്ങാൻ പോലും 5 പൈസ ഇല്ലാത്തവന് പണം എന്ന് കേട്ടാൽ ഉണ്ടാവുന്ന സന്തോഷം നമുക്ക് ഊഹിക്കാവല്ലോ. അതുകൊണ്ട് തന്നെ ഹീറോയ്ക്ക് അവിടെ താമസിക്കാനുള്ള ഒരു സാങ്ഷൻ കൂടി കിട്ടുവാണ്. അങ്ങനെ അകത്ത് ചെന്ന് ഹീറോ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് പുറത്തോട്ട് ഇറങ്ങി നടക്കുന്ന നേരം എന്തെങ്കിലും കുടിക്കാൻ എടുക്കട്ടെ എന്ന് ആ അച്ഛൻ ചോദിക്കുവാണ്. ആവാമല്ലോ എന്ന് ഹീറോയും. അന്നേരം മോളെ സാറിന് എന്തെങ്കിലും കുടിക്കാൻ കൊടുക്കുമെന്ന് പറയുവാണ്. പാലുണ്ട്, പഞ്ചസാരയും തേയിലയും ഇല്ലെന്ന് അവൾ പറയുവാണ്. അതിനെന്താ, അത് വാങ്ങാനുള്ള പണം ഞാൻ തരാമെന്ന് പറഞ്ഞ് ഹീറോ വേഗം ഒരു നോട്ട് എടുത്തു കൊടുക്കുന്നു. സന്തോഷം കൊണ്ട് അത് അയാൾ വാങ്ങിച്ചു പോകാൻ നേരം നമ്മളൊക്കെ പറയുന്നത് പോലെ അച്ഛാ ബാക്കിയുള്ള പൈസയ്ക്ക് എനിക്കൊരു മുട്ടായി എന്നും കൂടെ അവൾ വിളിച്ചു പറയുവാണ്. അത് കേട്ട് പുഞ്ചിരിയോടെ ഹീറോ മല്ലികയെന്ന് നോക്കുന്നു. വെറുതെ ഒന്നും വേണ്ട, കാപ്പിക്കുള്ള പാല് ഞാൻ തന്നെ വേണം കറക്കാൻ, അതിനുള്ള കൂലിയായി കൂട്ടിയാൽ മതി എന്ന് പറയുന്നു. അടുത്ത സീനിൽ മല്ലിക നേരെ പാല് കറന്നുകൊണ്ടിരിക്കുവാണ്. അന്നേരം പുറത്തിറങ്ങി വന്ന ഹീറോ ആവട്ടെ അവിടെ കണ്ട സൈക്കിളില് ബെല്ലൊക്കെ ഒന്ന് അമർത്തുവാണ്. അതിനുശേഷം അവിടെ കണ്ടൊരു വടിയെടുത്ത് നന്നായിട്ട് കസരത്തൊക്കെ ചെയ്യാൻ തുടങ്ങുന്നു. ആളുടെ ഫുള്ളി ബിൽഡായ ഒരു ബോഡി കണ്ടപ്പോഴത്തേക്കും നമ്മുടെ നായിക അവിടെ ഫ്ലാറ്റ് ആവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നേരെ അടുത്ത് ചെന്ന് ഫ്ലേർട്ട് ചെയ്യുന്നത് പോലെ ഹീറോയോട് സംസാരിക്കുകയും ചെയ്യുന്നു. അന്നേരം അതാ പുറത്തൊരു ബഹളം. അമ്മ വന്ന് ഹീറോയുടെ അവിടെ തന്നെ നിൽക്കാൻ പറഞ്ഞ് മല്ലികയും കൂട്ടി ഉമ്മറത്തോട്ട് പോകുവാണ്. വന്നിരിക്കുന്നത് കടക്കാരനാണ്. പണം കൊടുക്കാത്തതുകൊണ്ട് ആ അച്ഛനെ ഒത്തിരി വഴക്ക് പറയുന്നുണ്ട്. എന്നാൽ ഇതൊക്കെ കേട്ട് അവിടെ നിന്നിരുന്ന അയാളാവട്ടെ മല്ലികയെ ഒന്ന് നോക്കി പണമില്ലേലും വിലപിടിപ്പുള്ള വീട്ടിലെ വേറെന്തേലും മതിയെന്ന് പറയുവാണ്. എന്നാൽ മല്ലിക അങ്ങൊരു വിചാരിച്ച പോലെ ഒരു കക്ഷിയല്ലല്ലോ. അവൾ നായയ്ക്ക് പാലൊഴിച്ചുകൊണ്ട് അയാൾ കേൾക്കെ ഉറക്കെ പറയുന്നു, നായ്ക്കൾ നിൽക്കേണ്ടത് അവർക്ക് നിൽക്കാൻ പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് തന്നെയാണെന്ന്. തൽപരകക്ഷിയില്ലെന്ന് മനസ്സിലാക്കിയതുകൊണ്ടാവും അയാൾ നാളെ തന്നെ പണിക്ക് വന്നോണം, പലിശയെങ്കിലും മുതലാവട്ടെ എന്ന് ആ അച്ഛനോട് ദേഷ്യത്തിൽ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി പോകുവാണ്. ഇതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന ഹീറോ ആവട്ടെ നേരെ അവരുടെ അടുത്ത് ചെന്ന് എന്താണ് കാര്യമെന്ന് തിരക്കുന്നു. കടം കയറിയ കഥയെല്ലാം അവരങ്ങനെ പറയുന്ന നേരം എത്ര കടമുണ്ടെന്ന് ഹീറോ കാഷ്വലായിട്ട് ചോദിക്കുവാണ്. 60,000 എന്ന് കേട്ടപാടെ ഹീറോ അകത്ത് ചെന്ന് തൻ്റെ സ്യൂട്ട് കേസും എടുത്തു വരുവാണ്. അത് തുറന്നപ്പോഴോ ബാങ്ക് ലോക്കർ തുറന്നതുപോലെ കെട്ടുകെട്ടായി പണവും സ്വർണ്ണാഭരണങ്ങളും എല്ലാം. അത്ര പണം ആദ്യമായി കാണുന്ന 3 പേരും ഒരുപോലെ അന്തം വിടുന്നു. അതേസമയം ഹീറോ അവർക്ക് ആവശ്യമുള്ള പണം കൊടുക്കുവാണ്. എന്നാൽ ഹീറോയിൻ ആവട്ടെ അത് നിരസിക്കുന്നു. പൈസയ്ക്ക് ഇത്തിരി കുറവുണ്ടെങ്കിലും ഞങ്ങൾ ആരുടെയൊന്നും മരുന്ന് വാങ്ങിക്കാറില്ല എന്ന് പറയുവാണ്. എന്നാൽ ഹീറോ അവരെ ഒരു വിധത്തിൽ പറഞ്ഞ് കൺവിൻസ് ആക്കുന്നു. അതേസമയം പെട്ടെന്ന് മുകളിൽ നിന്ന് ഒരു പല്ലി നേരെ മല്ലികയുടെ ദേഹത്തോട്ട് വീഴുവാണ്. അവളത് തട്ടിമാറ്റുമ്പോൾ അത് നേരെ ചെന്ന് വീഴുന്നത് ഹീറോയുടെ കയ്യിലും. ഇത് കണ്ട് വളരെ സൂപ്പർസ്റ്റീഷ്യസ് ആയ ആ അമ്മ പറയുവാണ്, രണ്ടാളും വേഗം ചെന്ന് കുളിക്ക്, പല്ലി വീണാൽ വീട്ടിൽ ദാരിദ്ര്യം വരുമെന്ന്. എന്നാൽ അത് കേട്ട് അകത്തോട്ട് പോകുന്ന ഹീറോയുടെ ആ കയ്യിലെ പെട്ടി തന്നെ നോക്കി നിൽപ്പാണ് മല്ലിക. അതായത് അവൾക്ക് അതിനോടും ഒരു ഭ്രമം തുടങ്ങിയിരിക്കുന്നു. അങ്ങനെ അവളുടെ 2 ആഗ്രഹങ്ങളും കാണിക്കാനായി അടുത്തതായി വരുന്നത് ഒരു പാട്ടാണ്. ആ പാട്ട് സീനിൽ എല്ലാ ആഭരണങ്ങളും അണിഞ്ഞ് ഹീറോയ്ക്കൊപ്പം ലവ് സോങ്ങും പാടി നടക്കുവാണ് അവള്. അങ്ങനെ അടുത്ത സീനിൽ നീ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കാതെ കുളിച്ചിട്ട് പുറത്തോട്ട് വായോ, ഞങ്ങൾ പാടത്തോട്ട് പോകുവാണെന്ന് അവളുടെ അമ്മ ഉറക്കെ വിളിച്ചു പറയുമ്പോൾ മാത്രമാണ് ആ സ്വപ്ന ലോകത്തു നിന്നും അവൾ തിരിച്ചെത്തുന്നത്. ഈ ചാൻസ് മുതലാക്കി മല്ലിക നേരെ ചെന്ന് ഹീറോയെ സെഡ്യൂസ് ചെയ്യാനായി നോക്കുന്നു. എന്നാൽ അത് കണ്ട് ഞെട്ടിത്തരിച്ച് ഹീറോ അവളെ ഒരുപാട് വഴക്ക് പറയുകയാണ് ചെയ്യുന്നത്. അന്ന് രാത്രിയായി. ഹീറോ നേരെ ചെന്ന് ഹീറോയിനോട് വഴക്ക് പറഞ്ഞത് തെറ്റായി പോയെന്ന് പറയുന്നു. എന്നാൽ അവൾക്കാണെങ്കിൽ ഒടുക്കത്തെ ദേഷ്യവും. അന്നേരം അമ്മയും അച്ഛനും തിരിച്ചെത്തിയിരുന്നു. വിളക്ക് കത്തിക്കുന്ന നേരം ഉമ്മറത്തിരുന്ന് കല്ല് കളിക്കാൻ പാടില്ല എന്നും പറഞ്ഞ് മല്ലികയെ അവർ വീണ്ടും വഴക്ക് പറയുന്നു. എന്നിട്ട് നേരെ ചെന്ന് ഹീറോയ്ക്ക് അത്താഴത്തിന് എന്താ വേണ്ടെന്ന് ചോദിക്കുവാണ്. തെല്ലൊന്നും അടിച്ചെങ്കിലും ചിക്കൻ കറി കഴിക്കാൻ ആഗ്രഹമുണ്ടെന്ന് അവൻ പറയുവാണ്. പട്ടിണി കിടക്കുന്ന വീട്ടിൽ വിശപ്പിന്റെ കൂവലല്ലാതെ കോഴിയുടെ കൂവൽ അതുവരെ കേട്ടിട്ടില്ലല്ലോ, അതുകൊണ്ട് തന്നെ അതിനൊത്തിരി പണമാകുമല്ലോ എന്ന് അവനോട് അമ്മ പറയുന്നു. എന്നാൽ ഹീറോ ആവട്ടെ കോഴിക്ക് എത്ര രൂപയാവുമെന്ന് ചോദിക്കുന്നു. 50 എന്ന് പറഞ്ഞതും 200 രൂപ എടുത്ത് അവൻ ആ അച്ഛനെ കയ്യിൽ കൊടുക്കുവാണ്. എന്നാൽ ആ അമ്മയാവട്ടെ എന്തിനാണ് മോനെ ഇങ്ങനെയൊക്കെ, ഇവിടുത്തെ ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞതല്ലേ നീ എന്ന് ചോദിക്കുന്നു. എന്നാൽ ഹീറോ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ അമ്മ എനിക്ക് ഇറച്ചിക്കറി കഴിക്കാൻ ഒരുപാട് ആഗ്രഹം തോന്നിയിട്ടാണെന്ന് പറയുവാണ്. സാധനങ്ങൾ വാങ്ങാൻ പോണ നേരം അച്ഛൻ നേരെ ചെന്ന് ഹീറോയോട് ചോദിക്കുവാണ്, കുടിക്കുന്ന ശീലമുണ്ടോ എന്ന്. ഹീറോ ആവട്ടെ ഏയ് അതൊന്നുമില്ല, പക്ഷെ അർജന്റായിട്ടൊന്ന് ബാത്റൂം പോകണമെന്ന് പറയുവാണ്. അതേസമയം അച്ഛനാവട്ടെ ഈ വിശാലമായ പറമ്പിൽ എവിടെ വേണേലും പോവാലോ എന്ന് അവനോട് ചിരിച്ചുകൊണ്ട് മറുപടിയും കൊടുക്കുന്നു. അങ്ങനെ അതേസമയം അടുക്കളയിലാണ് കാണിക്കുന്നത്. കറി വയ്ക്കാനുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അമ്മയും മകളും.
അന്നേരം ഹീറോയിന്റെ മനസ്സിൽ ഒരുപാട് കുബുദ്ധികളും ചിന്തകളും കുമിഞ്ഞു കൂടുന്നുണ്ട്. നാടോടി പറഞ്ഞ വാക്കുകൾ അവൾക്കുള്ളിൽ അങ്ങനെ മുഴങ്ങുന്നു. ലക്ഷ്മി വരും, അതിനെ തട്ടിക്കളഞ്ഞാൽ അത് പിന്നീട് ഒരിക്കലും വരാൻ പോകുന്നില്ല. അന്നേരം അമ്മ പെട്ടെന്ന് നീ എന്താ ആലോചിക്കണേന്ന് ചോദിക്കുന്നു. അന്നേരം അവൾ പറയുവാണ്, അവൻ എന്തിനാ നമുക്ക് ഇത്ര പണം തരുന്നത്? അധ്വാനിച്ചുണ്ടാക്കിയ പണമാണെങ്കിൽ ആരെങ്കിലും വെറുതെ കൊടുക്കോ? അതായത് അവൻ നേരായ മാർഗത്തിലാവില്ല അതെല്ലാം സമ്പാദിച്ചത്, കട്ടെടുത്ത് കൊടുന്നതാവും. അതുകൊണ്ട് അത് നമുക്ക് കൈക്കലാക്കണം. അതിനൊരൊറ്റ മാർഗ്ഗമേ ഞാൻ കാണുന്നുള്ളൂ, അവനെ കൊല്ലണം. ഇത് കേട്ട ആ അമ്മ ആദ്യം ഒന്ന് ഞെട്ടുന്നു. എന്നിട്ട് അവളെ കണക്കിന് വഴക്ക് പറയുകയാണ് ചെയ്യുന്നത്. എന്നാൽ അവൾക്ക് പിന്മാറാനുള്ള ഉദ്ദേശമില്ല. രാവിലെ വന്ന ആ നാടോടി പറഞ്ഞത് ഓർമ്മയില്ലേ, ഈ ചാൻസ് പോയാൽ ഇനി മറ്റൊന്നുമില്ല. അതുമാത്രമല്ല, അത് നടന്നില്ലെങ്കിൽ ആ കടക്കാരന് തന്നെ എന്നെ കെട്ടിച്ചു കൊടുക്കേണ്ടി വരും. ആ ഗതി വരുത്തണേ എന്ന് ചോദിക്കുവാണ്. അങ്ങനെ ഓരോന്ന് പറഞ്ഞ് ആ അമ്മയുടെ മനസ്സ് തന്നെ മാറ്റിയെടുക്കുവാണ് അവള്. അതേസമയം പുറത്തു നിന്ന് കടയിൽ പോകാൻ നിന്ന അച്ഛൻ ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. അയാളെ കണ്ടപാടെ അമ്മ നേരെ ചെന്ന് പറയുന്നു, കേട്ടോ, നിങ്ങളുടെ മകള് പറയുന്നത് കേട്ടോ എന്ന്. എന്നാൽ അന്നേരം അയാളുടെ ആറ്റിറ്റ്യൂഡും ടോട്ടലായിട്ട് മാറുവാണ്. അവള് പറഞ്ഞതിൽ എന്താ തെറ്റെന്നാണ് അയാൾ ചോദിക്കുന്നത്. പിന്നെന്ത് പറയാൻ, മൂന്നാളും കൂടെ ഇരുന്ന് എന്ത് ചെയ്യണമെന്ന് പ്ലാൻ ചെയ്യുവാണ്. അന്നേരം ഹീറോ വരുന്നത് കണ്ട അച്ഛനാവട്ടെ ഞാൻ കടയിൽ പോയി വരാമെന്ന് പറഞ്ഞെഴുന്നേറ്റ് അവിടുന്ന് പോകുന്നു. ഹീറോ നേരെ ചെന്ന് അവരോട് ചോദിക്കുവാണ്, ഈ കൊല്ലുന്നതിനെ പറ്റി നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം? ഇത് കേട്ട് ഒന്ന് ഭയന്നു പോയ അമ്മയുടെ കയ്യിൽ നിന്നും തവി തട്ടി താഴെ വീഴുന്നു. അന്നേരം ഹീറോ ആവട്ടെ പറയുവാണ്, കോഴിക്കറി ഉണ്ടാക്കാൻ കോഴിയെ കൊല്ലുന്ന കാര്യമാണ് പറഞ്ഞതെന്ന്. അത് കേൾക്കുന്ന മല്ലികയാവട്ടെ ഒരു ജീവൻ നിലനിൽക്കണിൽ മറ്റൊരു ജീവനെ ചിലപ്പോൾ കൊല്ലേണ്ടി വരുമെന്ന് പറയുന്നു. അതേസമയം അച്ഛനെയാണ് കുറച്ചു സമയത്തിന് ശേഷം കാണിക്കുന്നത്. അങ്ങ് ഒരു കള്ളും കുടിച്ച് ഫ്യൂസ് ആവാറായി. കക്ഷി തിരികെ വന്നിട്ട് വേണം പ്ലാനൊക്കെ എക്സിക്യൂട്ട് ചെയ്യാൻ. എന്നാൽ അയാൾ എപ്പോഴും കള്ളു മോന്തിക്കൊണ്ടേ ഇരിപ്പാണ്. അതേസമയം വീട്ടിലാണേലോ അവസാനത്തെ അത്താഴെന്ന് പോലും അറിയാണ്ടേ ഫുഡായോ എന്ന് ചോദിച്ച് വയറും കാളി അങ്ങനെ ഇരിക്കുവാണ് നമ്മുടെ ഹീറോ. അകത്തെ അവസ്ഥ അതിലും മോശമാണ്. അച്ഛൻ വരാത്തോണ്ട് അമ്മയാണെങ്കിൽ ആകെ പരിഭ്രാന്തിയിലും. എന്നാൽ ഹീറോയിനോ പറഞ്ഞ പണി ചെയ്യാൻ അച്ഛൻ എന്നാ പറ്റിയിട്ടുള്ളത്? കുടിച്ചു ബോധം കെട്ട് എവിടെയെങ്കിലും കിടപ്പുണ്ടാവും. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാമെന്ന് പറയുന്നു. എന്നിട്ട് മോളെ നീ ഒന്ന് ക്ഷമിക്ക്, അച്ഛൻ ഇപ്പൊ വരുമെന്ന് ആ മകളെ കൺവിൻസ് ആക്കാനായിട്ട് നോക്കുന്നുണ്ട്. എന്നാൽ അവളോ ദേഷ്യത്തോടെ പേടിയുള്ളവരൊന്നും ഈ പണിക്ക് വരണ്ടെന്ന് പറയുമ്പോഴാണ് ആ അമ്മ ഒരു ട്വിസ്റ്റ് തരുന്നത്. എനിക്ക് പേടിയായിട്ടല്ല, രക്തം ചിന്നാതെ വേണം ആളെ കൊല്ലാനെന്ന് ആ അമ്മ പറയുവാണ്. പിന്നെ എന്താവാൻ, രണ്ടാളും വിഷം കലർത്താമെന്ന് തന്നെ തീരുമാനിക്കുന്നു. എന്നിട്ട് നേരെ തോട്ടത്തിലേക്ക് ഇറങ്ങി ഒരു ഉഗ്രൻ വിഷച്ചെടി തന്നെ പറിച്ചെടുത്തു കൊണ്ടുവരുവാണ്. അത് ഭക്ഷണത്തിൽ കലക്കി വിശന്നിരിക്കുന്ന ഹീറോയ്ക്ക് വിളമ്പി നൽകുവാണ്. കഴിക്കാൻ നേരം എന്തു പറ്റി മോനെ കയ്യിലെന്ന് ആ അമ്മ ചോദിക്കുന്നു. അന്നേരം ചിത്രം വരച്ചുകൊണ്ടിരുന്നപ്പോൾ പെയിന്റ് ആയതെന്നാ തോന്നുന്നത്, ഇപ്പൊ കഴുകി വരാമെന്നും പറഞ്ഞ് ഹീറോ എഴുന്നേറ്റ് പോകുവാണ്. അത് കണ്ട മല്ലിക വന്ന അമ്മയെ ഒരുപാട് വഴക്ക് പറയുന്നു. സംഭവം എന്താന്ന് വെച്ചാൽ ആ അമ്മയ്ക്ക് ഒരു പേടി വരാൻ തുടങ്ങിയതാണ്. അപ്പോൾ പുറത്തെന്തോ ശബ്ദം, ആരോ വന്നിട്ടുണ്ട്. പോയി നോക്കിയാൽ അത് രണ്ട് പോലീസാണ്. അതുകൂടി കണ്ടപാടെ രണ്ടാളും പേടിച്ച് നിൽക്കുന്നു. അതേസമയം ഹീറോയുടെ അടുത്ത് ചെന്ന് തൽക്കാലം പോലീസിന്റെ മുമ്പിലൊന്നും പെടണ്ട, പ്രശ്നമാവെന്ന് പറഞ്ഞ് അമ്മ അവനെ ഒരിടത്ത് നിർത്തിയിട്ട് പോലീസിനെ കാണാൻ പോകുവാണ്. സംഭവം വേറൊന്നുമല്ല, ഗ്രാമത്തിലൊരു മോഷണം നടന്നു. കുറേ പണവും ആഭരണങ്ങളും എല്ലാം കളവ് പോയിട്ടുണ്ട്. ആ കള്ളന് തപ്പിയിറങ്ങിയതാണ് അവര്. എന്നാൽ കഷ്ടകാലത്തിന് അകത്തെ കോഴിക്കറിയുടെ വാസന അവർക്കും കിട്ടുന്നു. എന്തായാലും ഇതുവരെ വന്നതല്ലേ, നല്ല വിശപ്പ്, കുറച്ച് ഫുഡ് കഴിച്ചിട്ട് തന്നെ പോവാമെന്ന് പോലീസുകാർ തീരുമാനിക്കുവാണ്. എന്നിട്ട് ഹീറോയ്ക്ക് വിളമ്പി വെച്ച ഫുഡാണ് എടുത്ത് കഴിക്കാൻ നോക്കുന്നത്. അന്നേരം അമ്മ അത് തട്ടിപ്പറിച്ച് ഇത് ഞങ്ങൾക്ക് കഴിച്ചതിന്റെ ബാക്കിയാണ്, നല്ല ഫുഡ് എടുത്ത് വരാമെന്ന് പറഞ്ഞു പോകുന്നു. ഹീറോയിൻ വിഷച്ചോറ് അങ്ങനെ എടുത്ത് അകത്തോട്ട് കൊണ്ടുവയ്ക്കാൻ നേരം തിരിച്ചു വന്ന അമ്മയുടെ കൈ തട്ടി ആ ചോറ് നിലത്ത് വീണു പോവുകയാണ്. അതേസമയം നല്ല ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പോലീസുകാരെല്ലാം അമ്മയുടെ കൈപുണ്യത്തെ പുകഴ്ത്തി പുകഴ്ത്തി പറയുവാണ്. എന്നിട്ടത് രുചിയോടെ കഴിക്കുകയും ചെയ്യുന്നു. മല്ലികയാണെങ്കിൽ താഴെ വീണ ഫുഡൊക്കെ ക്ലീൻ ആക്കി അതെടുത്ത് കളയുവാണ്. എന്നാൽ ആ വീട്ടിൽ വളർത്തിയിരുന്ന നായ കറിയുടെ വാസന കേട്ട് കിച്ചണിൽ ചെന്ന് വീണുപോയ ഫുഡിന്റെ അവശിഷ്ടങ്ങളൊക്കെ നക്കിക്കൊണ്ടിരിക്കുവാണ്. എന്നാൽ വിഷം കഴിച്ചതുകൊണ്ട് തന്നെ തളർന്നു പോയ ആ നായ ഉമ്മറത്ത് മയങ്ങി വീഴുന്നു. ഇത് കണ്ടുവന്ന പോലീസുകാരാവട്ടെ നായയ്ക്ക് എന്തു പറ്റിയെന്ന് ചോദിക്കുവാണ്. അന്നേരം ഫുഡ് ഓവറായി കഴിച്ചതുകൊണ്ട് മയങ്ങുവാണെന്ന് അവർ പറയുവാണ്. ഇങ്ങനത്തെ ഫുഡ് കഴിച്ചാൽ ആർക്കും ഉറക്കം വരാതിരിക്കുക, അത്ര നല്ല ഫുഡല്ലേ എന്ന് അവരൊരു കോംപ്ലിമെന്റും കൊടുത്ത് അവിടുന്ന് പോകുന്നു. സത്യത്തിൽ ആ നായ മയങ്ങിയതല്ലായിരുന്നു, അത് അന്നേരത്തേക്ക് ചത്തുപോയിരുന്നു. അത് മനസ്സിലാക്കിയ മല്ലിക അതിനെ എടുത്ത് പിന്നാമ്പുറം വഴി പോകുമ്പോൾ നായയ്ക്ക് എന്തു പറ്റിയെന്ന് ഹീറോ ചോദിക്കുവാണ്. ഒന്നും പറ്റിയില്ല, വൈകാണ്ടിരിക്കുകയാണ്, ഒന്ന് കുളിപ്പിച്ചാൽ ശരിയാവുമെന്നും പറഞ്ഞ് മല്ലിക അതിനെ എടുത്തുകൊണ്ട് പോകുന്നു. പുറത്തുപോയ മല്ലിക ഒരു കുഴി തോണ്ടി അതിനെ കുഴിച്ചിട്ടിട്ട് നേരെ അകത്തോട്ട് വരുമ്പോൾ കാണുന്നത് ഭക്ഷണം ആർത്തിയോടെ കഴിക്കുന്ന ഹീറോയാണ്. അത് കണ്ടപ്പോൾ തന്നെ അവൾക്കൊരു ആശ്വാസം.
ഫുഡ് കഴിച്ച പാടെ ഹീറോ ചെന്ന് അമ്മയുടെ കാലിൽ വീഴുവാണ് ചെയ്യുന്നത്. ഇത്ര നല്ല ഭക്ഷണം കഴിച്ചിട്ട് ഒത്തിരി നാളായെന്നും പറഞ്ഞ് ചിരിച്ചോണ്ട് കിടക്കാനായിട്ട് അകത്തോട്ട് പോകുന്നു. മരിക്കാറായോ എന്ന് മല്ലികയുടെ റൂമിൽ അങ്ങനെ ഒളിഞ്ഞു നോക്കുവാണ്. എന്നാൽ പുള്ളിക്കാരൻ ഒരു കുഴപ്പം കൂടാതെ നന്നായി കൂർക്കം വലിച്ചു കിടന്നുറങ്ങുന്നു. ഇത് എന്തു പറ്റിയെന്ന് വിചാരിച്ച ഹീറോയിൻ നേരെ ചെന്ന് അമ്മയോട് പറയുവാണ്. അന്നേരമാണ് നായ ചത്തത് കണ്ട് പേടിച്ചതുകൊണ്ട് ഞാൻ വിഷം ചേർക്കാത്ത കറിയാണ് കൊടുത്തതെന്ന് അമ്മ പറയുന്നത്. ഇത് കേട്ടതോടെ മല്ലിക അമ്മയെ ഒരുപാട് വഴക്ക് പറഞ്ഞു ഹീറോയെ കൊല്ലാനായി പോകുന്നു. അമ്മ പ്രസവിക്കുന്ന കുഞ്ഞിന്റെ പൊക്കിൾക്കൊടി മുറിക്കാൻ ഉപയോഗിക്കുന്ന മൂർച്ചയുള്ള കത്തിയെടുത്തോണ്ടാണ് വരവ്. മെല്ലെ ശബ്ദമുണ്ടാക്കാതെ ആ മുറിയിൽ കയറി ഉറങ്ങിക്കിടക്കുന്ന ഹീറോയുടെ കഴുത്തറുത്ത് നിഷ്കരുണം അയാളെ കൊല്ലുവാണ് അവള്. ഇത് കണ്ട അമ്മ അലറി വിളിക്കുന്നു. എന്നാൽ ആ അലർച്ച അകലിൽ നിന്നും ഒരാൾക്ക് കേൾക്കാമായിരുന്നു. തുടക്കത്തിൽ കാണിച്ച കണ്ണു കാണാത്ത ആ പയ്യനാണ്. ആ ശബ്ദം തിരിച്ചറിഞ്ഞ അവൻ നേരെ ആ വീട്ടിലോട്ട് തന്നെ വരുന്നു. എന്തു പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അന്നേരം അമ്മയാവട്ടെ ഞാനൊന്നും കരഞ്ഞില്ലല്ലോ, നീ തെറ്റിദ്ധരിച്ചതാവെന്ന് പറയുവാണ്. എന്നാൽ തിരികെ പോകാൻ നേരം വീണ്ടും ഹീറോയുടെ ഷൂസ് അവന്റെ കാലിൽ തട്ടുവാണ്. അത് തൊട്ടു നോക്കി അവൻ നിങ്ങളുടെ വീട്ടിൽ വല്ല ഗസ്റ്റ് ഉണ്ടോ എന്ന് ചോദിക്കുന്നു. ഇല്ല എന്ന് അവര് പതറിച്ചോടെ മറുപടിയും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ അച്ഛൻ എവിടെ പോയി എന്നായി അടുത്ത ചോദ്യം. എന്നാൽ ദേഷ്യം വന്ന ഹീറോയിൻ നിങ്ങൾ ചോദിക്കുന്നതിനൊക്കെ മറുപടി തരാനിരിക്കല്ല ഞങ്ങൾ എന്നും പറഞ്ഞ് അവൻ അവിടുന്ന് ആട്ടിവിടുവാണ് ചെയ്യുന്നത്. അതേസമയം മറ്റൊരിടത്ത് കള്ളോടിച്ചുകൊണ്ടിരിക്കുന്ന അച്ഛനെയാണ് കാണിക്കുന്നത്. കുടിച്ചു മയങ്ങാറായ സമയത്ത് അവിടുത്തെ ജോലിക്കാരൻ അയാളോട് പറയുവാണ് എന്തിനാണ് ഇങ്ങനെ കുടിക്കുന്നത്? സത്യത്തിൽ ഇന്ന് മുഴുവൻ നിങ്ങളെ കൊണ്ട് ഒത്തിരി കുടിപ്പിക്കാനാണ് ഈ കടയുടെ ഓണർ വിചാരിക്കുന്നത്. അത് കേട്ട് അയാളാവട്ടെ അപ്പൊ നാളെ വന്ന് ഞാൻ കുടിക്കാൻ പോണില്ലേ എന്ന് ചോദിക്കുന്നു. അന്നേരം ആ ചെക്കൻ പറയുവാണ് ഇല്ല, നാളെ തൊട്ട് നിങ്ങൾ ഇനി കുടിക്കാനേ പോകുന്നില്ല എന്ന്. എന്നിട്ട് അയാൾ മറ്റൊരു കാര്യം കൂടി ചോദിക്കുന്നുണ്ട്, ഇന്ന് നിങ്ങളുടെ വീട്ടിൽ വല്ല ഗസ്റ്റ് വന്നിരുന്നോ എന്ന്. എന്നാൽ അത് കേൾക്കുന്ന ആ അച്ഛൻ ഞെട്ടുവാണ് ചെയ്യുന്നത്. കാരണം അവരുടെ പ്ലാൻ പ്രകാരം ഹീറോ ആ വീട്ടിൽ വന്ന കാര്യം തന്നെ മറച്ചു വെക്കാനായിരുന്നു അവർ ഉദ്ദേശിച്ചത്. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ സീനിൽ ആ അമ്മ പോലീസുകാർ വന്നപ്പോൾ ഹീറോയോട് പുറത്തേക്ക് വരരുതെന്ന് പറഞ്ഞത്. എന്നാൽ ഈ കാര്യം ഈ പയ്യൻ എങ്ങനെ അറിഞ്ഞു എന്ന് അയാൾ പതറിച്ചയോടെ അവനോട് ചോദിക്കുവാണ്. അന്നേരമാണ് ആ പയ്യൻ പറയുന്നത് കാലത്ത് ഈ കള്ള് ഷോപ്പിലേക്ക് ഗ്രാമമുഖിനെ കാണാനായിട്ട് ഹീറോ വന്നിട്ടുണ്ടായിരുന്നു. അയാൾ പറഞ്ഞിരുന്ന കാര്യങ്ങളെല്ലാം അവൻ ശ്രദ്ധിച്ചിരുന്നു. അക്കാര്യമാണ് അവൻ ആ അച്ഛനോട് പറഞ്ഞു കൊടുത്തത്. അത് കേട്ടപാടെ അയാളൊന്ന് ഞെട്ടുന്നു. വേഗം അവിടെ ഇരുന്ന സൈക്കിൾ എടുത്ത് അയാൾ വേഗം വീട്ടിലോട്ട് ഓടുവാണ്. ഓടിക്കയറി ഹീറോയുടെ റൂമിൽ പോയാൽ രക്തം ചിന്നി മരിച്ചു കിടക്കുന്ന ഹീറോയുടെ മൃതദേഹമാണ് കാണുന്നത്. അത് കണ്ട് അവിടെ ചെന്ന് അതിനടുത്ത് ചെന്ന് അയാൾ അലമുറയിട്ട് കരയുന്നു. മോനെ, നിന്നെ ഞങ്ങൾ ഇങ്ങനെ കൊന്നു കളഞ്ഞല്ലോ എന്നും പറഞ്ഞാണ് കരയുന്നത്. എന്നാൽ ഒന്നും മനസ്സിലാവാതിരുന്ന അമ്മയാവട്ടെ അയാളുടെ അടുത്ത് ചെന്ന് നിൽക്കുവാണ്. അതേസമയമാണ് ആ ട്വിസ്റ്റ് റിവീൽ ആവുന്നത്. മരിച്ചു കിടക്കുന്നത് മറ്റാരുമല്ല, അത് ചെറുപ്പത്തിൽ വീട് വിട്ട് ഓടിപ്പോയ അവരുടെ സ്വന്തം മകനായിരുന്നു. അക്കാര്യം പറയുന്നതാണ് ആ ചാരായ കടക്കാരൻ കേട്ടത്. ചാരായ കടയിലുള്ള ഗ്രാമത്തലവനെ കണ്ട് ഹീറോ എല്ലാ കാര്യവും നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. എന്നാൽ അനിയത്തിയെ കല്യാണം കഴിപ്പിക്കാൻ വേണ്ട സ്വർണവും ഒരായുഷ്കാലം സമ്പാദിച്ച എണ്ണാതത്ര സമ്പാദ്യവുമായാണ് അവൻ വരുന്നത്. ഒരു സർപ്രൈസായി അവൻ തന്നെ അത് എല്ലാവരെയും അടുത്ത ദിവസം അറിയിക്കാനായിട്ട് ആഗ്രഹിച്ചു. ഒരുമിച്ച് അങ്ങോട്ട് നല്ലൊരു ജീവിതവും ആഗ്രഹിച്ചു. എന്നാൽ ഇതെല്ലാം കേട്ടോണ്ട് വരുന്ന മല്ലികയാവട്ടെ ആകെ ഞെട്ടിത്തരിച്ചു പോകുവാണ്. അവൾക്ക് ഒരുപാട് സങ്കടമാകുന്നു. കാരണം സ്വന്തം ഏട്ടനെയാണ് അവൾ സെഡ്യൂസ് ചെയ്യാൻ നോക്കിയത്. ഏട്ടനായതുകൊണ്ട് തന്നെയാണ് അവൾ അന്നേരം ഒരുപാട് വഴക്ക് പറഞ്ഞതും. അത് മാത്രമല്ല കേട്ടോ, അന്നത്തെ ദിവസം അവൾ പാല് കറക്കുന്ന നേരം അയാൾ ഒരുപാട് കസർത്തുകളൊക്കെ ചെയ്തിരുന്നില്ലേ, അതെല്ലാം ചെറുപ്പത്തിൽ അവളുടെ ഏട്ടൻ ചെയ്തതായിരുന്നു. ഒരു പക്ഷേ അവൾക്കെല്ലാം മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ച് അവൻ കാണിച്ചതായിരിക്കും അതെല്ലാം ഒരിക്കൽ കൂടെ. ഇനിയെല്ലാം പറഞ്ഞിട്ട് എന്ത് കാര്യം? അന്നേരമാണ് മകനെ നെഞ്ഞത്തിരിക്കുന്ന ആ ഡയറി അമ്മ ശ്രദ്ധിക്കുന്നത്. അത് എടുത്തു നോക്കുമ്പോൾ അതിലവൻ വരച്ച ചിത്രങ്ങളെല്ലാം ആ പഴയകാല ഓർമ്മകളാണ്. അതായത് ചെറുപ്പത്തിൽ മല്ലികയുടെ മുടി മുറിച്ചതിന് അമ്മ തീക്കൊള്ളിയെടുത്ത് അടിക്കാൻ വന്നത് കണ്ട് പേടിച്ചോടിപ്പോയതാണ് അവൻ അവിടുന്ന്. ഒരു ജീവിതകാലം അധ്വാനിച്ചുണ്ടാക്കിയതെല്ലാം വീട്ടുകാർക്ക് നൽകാനായി ലക്ഷ്മിയായി കടന്നു വന്ന അവനെ, സ്വന്തം മകനെ, ആ സ്വത്ത് ലഭിക്കാൻ വേണ്ടി തന്നെ ആ കുടുംബം ഇല്ലാതാക്കുന്നു. വന്ന ലക്ഷ്മിയെ അവർ തന്നെയാണ് ചൂലെടുത്ത് ആട്ടിയോടിക്കുന്നത്. എന്തൊരു വിധിയാണല്ലേ! ഒരു നിമിഷത്തെ അത്യാഗ്രഹം ഒരു ജീവിതം തന്നെ ഇല്ലാതാക്കി. പിന്നെ ഒട്ടും വൈകിക്കാതെ വിഷം കലർന്ന ആ ഭക്ഷണം മൂന്നാളും വാരി വലിച്ച് തിന്നാൻ തുടങ്ങുവാണ്. പുറത്ത് ഉണക്കാനിട്ട പഞ്ഞികളെല്ലാം എടുത്ത് വീടിനകത്തിട്ട് തീയും കൊളുത്തി മരിച്ചുപോയ ഹീറോയെയും കെട്ടിപ്പിടിച്ച് മൂന്നാളും ആ തീക്കകത്ത് തന്നെ കത്തിയമരുന്നു. അങ്ങനെ സിനിമയുടെ തുടക്കത്തിൽ കാണിച്ച സീൻ തന്നെ ക്ലൈമാക്സിലും കാണിച്ച് ആ കഥ അവിടെ അവസാനിക്കുവാണ്. ഒരു നല്ല മെസ്സേജോടെ. അത്യാഗ്രഹം എപ്പോഴും ആപത്താണ്.